ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റുമായി നിങ്ങൾ 100 വർഷം മുൻപത്തെ ഒരു യുദ്ധക്കാലത്ത് ചെന്നാൽ എന്ത് സംഭവിക്കും? വാളും പരിചയവുമായി യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന സൈനികർക്കിടയിലേക്ക് നിങ്ങളൊരു ഫുൾ ഫേസ് ISI മാർക്കുള്ള ഹെൽമെറ്റുമായി ചെന്നിറങ്ങുന്നു. തീർച്ചയായും അത് കണ്ട് അവർ ഞെട്ടിപ്പോവും. നിങ്ങൾ ഏതോ ഒരു ഇരുമ്പ് മനുഷ്യനാണെന്ന് അവർ പരസ്പരം പറയാൻ തുടങ്ങും. നിങ്ങൾ ഹെൽമെറ്റിൻ്റെ വൈസർ പൊക്കുന്നു, എന്നിട്ട് താക്കുന്നു. ഇദ്ദേഹം കണ്ണ് തുറക്കുന്നു, കണ്ണടയ്ക്കുന്നു എന്ന് അവർ പേടിയോടെ വിളിച്ചു പറയും. ഹെൽമെറ്റിൽ തട്ടി നോക്കുന്ന സൈനികൻ ചോദിക്കും, ഇതെന്താ പുതിയ തരം തലോട്ടിയാണോ എന്ന്. എന്നിട്ട് അതേ സൈനികൻ ഒരു കല്ല് വെച്ച് ഒന്ന് ഇടിച്ചു നോക്കും. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നും കൂടി പറയും. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു സൈനികൻ തൻ്റെ വാളെടുത്ത് ഹെൽമെറ്റിന് മുകളിൽ ഒരു തട്ട് കൊടുക്കുന്നു. വാള് തെന്നി മാറുന്ന കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുന്നു. ഇത് കല്ലിനേക്കാൾ ഉറപ്പുള്ളതാണല്ലോ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഹെൽമെറ്റിനുള്ളിലെ ആ സ്പോഞ്ച് പോലത്തെ പാഡിങ് കണ്ട് അവർ വിചാരിക്കും നിങ്ങൾ തലയ്ക്കുള്ളിൽ പഞ്ഞി വെച്ച് നടക്കുന്ന ഒരാളാണെന്ന്. ഇത് ധരിച്ചാൽ ശത്രുക്കൾ മന്ത്രവാദം ചെയ്താൽ പോലും തലയ്ക്കൊന്നും സംഭവിക്കില്ലെന്ന് നാട്ടുകാർ പ്രഖ്യാപിക്കും. ഹെൽമെറ്റിനുള്ളിലിരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയും പെട്ടിക്കുള്ളിലിരുന്ന് സംസാരിക്കുന്ന ഒരു ഭൂതമാണെന്ന്. പക്ഷേ ഹെൽമെറ്റ് അയച്ചു കഴിഞ്ഞ് നിങ്ങളുടെ വേർത്ത മുഖം കാണുമ്പോൾ അവർക്ക് നിരാശയാവും. എന്നിട്ട് അവർ പരസ്പരം പറയും, അയ്യേ ഇദ്ദേഹം വെറും ഒരു മനുഷ്യനായിരുന്നു, ഞങ്ങൾ കരുതിയത് ഇതെന്തോ മാന്ത്രിക തലയാണെന്ന് എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ കളിയാക്കാൻ തുടങ്ങും. ഒടുവിൽ യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ കാണുന്നത് ഗ്രാമത്തലവൻ ആ ഹെൽമെറ്റ് തലതിരിച്ച് വെച്ച് അതിൽ കഞ്ഞി കുടിക്കുന്നതാണ്. എന്നിട്ട് ഹെൽമെറ്റിലെ ആ സ്റ്റാപ്പ് അവർ മുറിച്ചെടുത്തിട്ട് പശുവിനെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ആ ഹെൽമെറ്റ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കഞ്ഞിപ്പാത്രമായി മാറുന്നു. ഇതെല്ലാം കാണുന്ന നിങ്ങൾ തലയിലും കൈവച്ചിരിക്കുന്നു.